മൊഴിയെടുക്കൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങൾക്ക് ഇന്നലെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയ പരാതിയാണല്ലോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാനുണ്ടാവുക. അത് പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും. പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ല, കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു 150-200 ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കും ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP MR അജിത് കുമാറിനുമെതിരെ PV അൻവർ ഉന്നയിച്ച പരാതികളിൽ തീർപ്പിലെത്തിയിരിക്കുകയാണ് CPM. ആരോപണങ്ങളിൽ രാഷ്ട്രീയമായി പാർട്ടി അന്വേഷിക്കേണ്ട ഒന്നുമില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. എല്ലാം സർക്കാർ അന്വേഷിക്കും. ഭരണപരമായ കാര്യങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ P. ശശിക്ക് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അൻവറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് പാർട്ടി. PV അൻവർ പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പാർട്ടി. PV അൻവറിന്റെ ശൈലി ശരിയല്ലെന്ന് തീർത്തു പറയുമ്പോൾ ഇനി എത്ര കാലം PV അൻവറിന് തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ 9 മണിക്കൂറിലധികമായി PV അൻവർ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു, തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് ശേഷമുള്ള കണ്ടെത്തലിൽ പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷെ അതിനിടയിലും പൂരം കലക്കിയത് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്ന വസ്തുതകൾ എന്ന വിവരങ്ങളെ സാധൂകരിക്കുന്ന രീതിയിൽ ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ കൂടിയെത്തുന്നു. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എല്ലാം കലങ്ങി തെളിയും. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, ഇടതു നിരീക്ഷകൻ M. ജയചന്ദ്രൻ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ഇടതു നിരീക്ഷകൻ M. ജയചന്ദ്രനിലേക്ക്. M. ജയചന്ദ്രൻ, PV അൻവർ തുറന്നുവിട്ട ഭൂതം CPM-ലും ഇടതുപക്ഷത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഘാതം അത്ര ചെറുതാണോ? CPM അതിനെ വിലയിരുത്തുന്നത് പാർട്ടിയുടെ സംഘടനാ രീതി പ്രകാരം ഒരു ഇടതുപക്ഷത്തെ പാർലമെന്ററി പാർട്ടി അംഗമായ PV അൻവർ ഇത് പാർട്ടി ഫോറങ്ങളിൽ തുറന്നു പറയണമായിരുന്നുവെന്നാണ്. പക്ഷേ ഈ പാർട്ടി ഫോറത്തിൽ തുറന്നു പറഞ്ഞാൽ, മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ പോലും അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കൈകളിൽ എത്തുമെന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന PV അൻവറിന്റെ വാദം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ തന്നെയാണോ ഈ വിവാദം പിടിച്ചു കുലുക്കുന്നത്? M. ജയചന്ദ്രൻ, ഇത് മുഖ്യമന്ത്രിയെ പിടിച്ചു കുലുക്കുന്നെന്നോ താങ്കൾ തന്നെ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു കൊട്ടാര വിപ്ലവമെന്നോ ഉള്ള ഒരഭിപ്രായമുള്ള ആളല്ല ഞാൻ. അന്നത്തെ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു കൊട്ടാര വിപ്ലവം എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം ചില കാര്യങ്ങൾ അൻവർ പറയുന്നതിൽ ഭാഗികമായ വസ്തുതയുണ്ട്, ഭാഗികമായ വസ്തുതയില്ലായ്മയുമുണ്ട്. അപ്പോൾ ഈ രണ്ടും ചേർന്നാണ് അൻവറിന് വെളിപ്പെടുത്തലുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ ഈ അൻവർ പരാതി കൊടുത്തു, റിപ്പോർട്ടിൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിശ്വസനീയമായി കിട്ടിയ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ഉത്തരവാദിത്തോടെയാണ് പറയുന്നത്. അൻവർ അങ്ങനെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ലെന്നേ. അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൽ രാത്രി ചർച്ച ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നീട് മനസ്സിലായല്ലോ പരാതി രേഖാമൂലം കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ വെളിപ്പെടുകയും ചെയ്തില്ല. ഇപ്പോഴങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങനെ രേഖാമൂലം പരാതിയില്ല. മറ്റൊന്ന് അൻവർ പറഞ്ഞൊരു സംഗതി, ഇപ്പോഴല്ല ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സംഗതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് 1000 വോട്ട് വെച്ച് മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളിലെ കണക്കെടുത്തിട്ട് 15 ലക്ഷത്തോളം വോട്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പോൾ അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? P. ശശിക്കാണ്. ഇതാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടുത്തി ഡയറക്റ്റ് അറ്റാക്ക് എന്നുള്ള നിലയിൽ അൻവർ പറഞ്ഞത്. അതിലെനിക്ക് തർക്കമുണ്ട്. കാരണം ആ തർക്കം ഞാൻ പറയാൻ കാര്യം 4-5 വർഷം മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ 2018 മെയ് 28 പിറ്റേ ദിവസമാണ് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ നടക്കുന്നത്. KK രാമചന്ദ്രൻ മരിച്ചതിൻ്റെ ബൈ ഇലക്ഷനിൽ സഹിച്ചറിയാൻ ആദ്യമായിട്ട് MLA ആവുന്നത്. അപ്പോൾ എന്നെ ഒരു ചാനലിന് ഒരു പ്രധാനപ്പെട്ട ചാനലിന് ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് വിഷയം പറഞ്ഞത് ഉമ്മൻചാണ്ടി അന്നാണ് ജനറൽ സെക്രട്ടറി ആയത്, അഖിലേന്ത്യാ സെക്രട്ടറി ആവുന്നത് കോൺഗ്രസ് AICCയുടെ. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ പറഞ്ഞു. വൈകുന്നേരം 6:15 ആയപ്പോഴത്തേക്ക് പറയുന്നു ആ വിഷയം ഒന്ന് മാറ്റുകയാണ്, ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, കെവിൻ വധം കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആ വിഷയം ചർച്ച ചെയ്തു. ചർച്ചയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
അപ്പോൾ അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരു സഖാവുണ്ട് CPM-ന്റെ. ആ ആൾക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോലും SI അനുവാദമൊന്നും നൽകുന്നില്ല ഈ വിഷയം പറയാനായിട്ട്. കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊലയാണല്ലോ കെവിന്റെ വധം, ആ മരണം. പക്ഷെ കഴിയുന്നില്ല. പിന്നീട് അയാൾക്ക് നടപടിയൊക്കെ വേറെ കാര്യം, നടപടിയൊക്കെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ പ്രശ്നം തന്നെയാണ് ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെ ഒരു പൊതുപ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ കഴിയാൻ വയ്യാത്തൊരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല, അംഗീകരിക്കാനും കഴിയില്ല. ബാക്കിയുള്ള ആൾക്കാരും പൊതുവെ ചർച്ചയിൽ അങ്ങനെ തന്നെയാണ് യോജിച്ചത്. ഏതായാലും ചർച്ചയുടെ ഫലമായിട്ടാണെന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരാഴ്ചക്കകം തന്നെ മുഖ്യമന്ത്രി നിലപാട് പരസ്യമായി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പിന്നെ പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഒരു കാരണവശാലും LDF ഭരണത്തിൽ ഉണ്ടാവില്ല. CPM-ന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്, LDF-ന്റെ നിലപാടൊന്നും അതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയല്ല, പുത്രത്ത് ദിനേശനാണ്. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായി. അത് മാത്രമല്ല, അതിനു മുൻപും അതിനുശേഷവും എനിക്ക് മനസ്സിലാവുന്നു. അതെ, യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുതൽ ആഭ്യന്തര വകുപ്പിനെ, പ്രത്യേകിച്ച് പോലീസുകളെ പാർട്ടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പാർട്ടിക്ക് ആപേക്ഷികമായ സ്വാതന്ത്ര്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഒരു തീരുമാനമുണ്ടായ നാൾ മുതൽ ഈ ആരോപണം നേരിടുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, എനിക്കൊന്നു അങ്ങയുടെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് പുത്തനത്ത് ദിനേശൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി നിയന്ത്രണം ഉണ്ടാവില്ല, പൊതുപ്രവർത്തകർക്കടക്കം അതിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്ന നിലയിലാണ്. എനിക്ക് TP ജയചന്ദ്രൻ മാഷോട് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പോലീസിനെയാണല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഈ ചർച്ചയുടെ തുടക്കം എന്ന നിലയിൽ തന്നെ കാണുന്നതും PV അൻവർ ഉന്നയിക്കുന്നതും. ഈ പാർട്ടിയും പൊതുപ്രവർത്തകർക്കും പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ടിടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ പോയി സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു, അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. അതിന് പാർട്ടി എടുത്തിരുന്ന നിലപാട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ പോലീസ് സ്റ്റേഷനുകളെ പാർട്ടി വിമുക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടി വിമുക്തമാക്കാൻ പോലീസ് സ്റ്റേഷനുകളെ തീരുമാനിച്ച നയത്തിൻ്റെ തിരിച്ചടി ഇപ്പോൾ വോട്ടായി അനുഭവിക്കുന്നു എന്നത് ഒരു കാര്യം, മറുഭാഗത്ത് അത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. എന്താണ് TP ജയചന്ദ്രൻ മാസ്റ്റർ നിങ്ങളുടെ അഭിപ്രായം? ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കെട്ടഴിച്ചു വിടുന്നതിനോട് നിങ്ങൾ യോജിപ്പുണ്ടോ? യഥാർത്ഥത്തിൽ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ കാതൽ കിടക്കുന്നത് അവിടെയാണ്. നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളെ പൂർണ്ണമായും രാഷ്ട്രീയ വിമുക്തമാക്കി കഴിഞ്ഞാൽ എല്ലാം നന്നാവുമെന്ന തോന്നലുള്ള തിരിച്ചടിയാണോ ഇത് TP ജയചന്ദ്രൻ മാസ്റ്റർ? അങ്ങനെയാണെങ്കിൽ PV അൻവർ ഉയർത്തിവിട്ട ഈ വിവാദം നമ്മൾ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ഏതെങ്കിലും വ്യക്തികളിലേക്ക് കൂട്ടിക്കെട്ടിയല്ല, പകരം പാർട്ടിയുടെ നയവുമായി ബന്ധപ്പെടുത്തിയാണ്. താങ്കൾ എന്താണ് കരുതുന്നത്? ഒന്ന്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി വിമുക്തമാണ് എന്ന വിശ്വാസം തരിമ്പ് പോലും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുന്ന വസ്തുതയല്ല അരുൺ. താങ്കൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചർച്ചയ്ക്ക് നമ്മൾ കൊടുത്ത ക്യാപ്ഷൻ എല്ലാം കലങ്ങി തെളിയുമോ എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനിക്ക് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സമീപകാലത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കോളിളക്കമുണ്ടാക്കിയത് ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയ് വധമായിരുന്നു. അന്വേഷണം എവിടെയൊക്കെ എത്തിക്കണം എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകന്മാരും കേരളത്തിലെ പൊതുസമൂഹം എത്തിച്ചു. ഉടനെയാണ് നമ്മുടെ മുമ്പിൽ കാഫിറിൻ്റെ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവാദം വന്നത് അരുൺ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടു, കാഫിർ എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലെ വർഗീയവൽക്കരിക്കാനും വർഗീയ കലാപം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ആസൂത്രണ പ്രവർത്തനങ്ങളും കേരളത്തിലെ മുഖ്യധാര മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വർഗീയവൽക്കരിക്കപ്പെട്ടതിൻ്റെ പ്രകടോദാഹരണവുമായിരുന്നു. ഒരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിരുന്ന ഒരു നടപടിയായിരുന്നില്ല. നാം പ്രതീക്ഷിച്ചു അത് അന്വേഷിക്കപ്പെടും, കണ്ടെത്തപ്പെടുമെന്ന്. അപ്പോഴാണ് നാം പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ട, നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിച്ച വയനാട് ദുരന്തമുണ്ടാകുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ ജോയ് വധം അടിയിൽ പോയി, കാഫിർ സ്ക്രീൻഷോട്ട് കേരളത്തിലൊരു ചലനവും ഉണ്ടാക്കിയില്ല. വയനാട് ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങൾ ചിലർക്ക് എതിരാകുമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു സുപ്രഭാതത്തിൽ 4.5 കൊല്ലം അടപിടിച്ച് കിടന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് വന്നപ്പോഴാണ് അവിടെ MLA-ക്കെതിരായ ആരോപണം, MLA സസ്പെൻഡ് ചെയ്യുമോ പുറത്താക്കുമോ എന്നൊക്കെ ഉള്ളത്. ഇത് മൂന്നും ഇത് വന്ന പടിയിൽ പോയതാണ് ഡോക്ടർ അരുൺ നമ്മൾ കാണുന്നത്. ഉടനെ മട്ടാഞ്ചേരി ഡ്രഗ് മാഫിയയുടേതായി. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അത് താല്പര്യം അധികം കണ്ടിട്ടില്ല. അവിടെയും നമ്മൾ ഇത് കലങ്ങിയില്ല, തെളിഞ്ഞതുമില്ല. പോലീസ് മാമനെതിരായുള്ള അൻവറിൻ്റെ ആരോപണം വരുന്നത് ഈ ഘട്ടത്തിലാണ്. ഇത്രയും കാലം ഗവേഷണം നടത്തിയ പോലീസ് മാമനെതിരായുള്ള അന്വേഷണം,
അദ്ദേഹത്തെ ADGPയുടെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് തുടക്കത്തിൽ അരുൺ പറഞ്ഞ മാതിരിയിൽ അൻവറിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ 2 കീഴുദ്യോഗസ്ഥന്മാർ വന്ന് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അൻവർ ഉയർത്തിയ ആരോപണത്തിൽ ഭരണ പ്രതിപക്ഷങ്ങളെ ഒരേപോലെ തന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഒരു 150 കോടിയുടെ കണക്കുകൾ, അത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് കുറ്റം ആരോപിച്ച എൻ്റെ മൊഴിയെടുക്കാതെയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണം. പുനർജനിയുമായി ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്, KC വേണുഗോപാലുമായിട്ട് ഇതേ വിവാദ ADGPക്കുള്ള ബന്ധം, ഇതൊക്കെ വെക്കുമ്പോൾ അരുൺ പറ എത്ര കാലം ഇത് മുന്നോട്ട് പോകും? പക്ഷേ എനിക്ക് അരുൺ ഈ ചർച്ചയിൽ പറയാനുള്ള എൻ്റെ വ്യക്തമായ ബോധ്യം വെച്ച് ഞാൻ പറയുന്നത്, ഇത് വളരെ കൃത്യമായ ചില അജണ്ടകളുടെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ഇതിന് നല്ല കൃത്യമായ ബന്ധമുണ്ട് എന്ന് അരുണെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കൂ, യെച്ചൂരിയുടെ ആരോഗ്യം ഇനി ഒരു തിരിച്ചുവരവിന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള പലരും പ്രതീക്ഷിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഇപ്പോൾ ഏതായാലും ശരി, പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം തുടങ്ങാൻ ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കുടത്തിലടച്ച ഒരു ഭൂതവുമായിട്ട് നമ്മുടെ അൻവർ പുറത്തു വരുന്നത്. ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവർ ഒരൊറ്റയാൾ പോരാളിയാണ് എന്ന്. കൃത്യമായിട്ട് നമുക്കറിയാം, CPMൻ്റെ യെച്ചൂരിക്ക് ശേഷം 2 പവർ പോളുകൾ തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ്. ഡോക്ടർ അരുൺകുമാർ കൃത്യമായ ബോധ്യത്തിൻ്റെയും എനിക്ക് കൃത്യമായി കിട്ടിയ അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, വരാൻ പോകുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റേതായിട്ട് വരാൻ പോകുന്നത് ഒരുപക്ഷേ കാരാട്ട് അല്ലെങ്കിൽ ബൃന്ദ കാരാട്ടായിരിക്കും. അദ്ദേഹത്തിന് എതിർക്കാൻ പോകുന്നത് MA ബേബി ആയിരിക്കും. കേരളത്തിലെ റിയാസ് വിരുദ്ധ ഗ്രൂപ്പും കേന്ദ്രത്തിലെ പിണറായി വിരുദ്ധ ഗ്രൂപ്പും ഒന്നിച്ചൊരുമിച്ചുകൊണ്ട് ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ തോമസ് ഐസക്ക്, സുധാകരൻ, EP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പിന്തുണയുണ്ടാകും. വളരെ കൃത്യമായ താല്പര്യത്തോടു കൂടി തന്നെയാണ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഒരു ഭൂതം പുറത്തുവിടുന്നു. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു. ആനയിഴഞ്ചാൻ തോട് മുതൽക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, MLA, പോലീസ് മാമൻ ഒപ്പമിട്ട് ഇപ്പം ചർച്ച എവിടത്തേക്കാണ് അൻവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം ഒരു ജയമല്ല. ആ ജയം ഏതൊക്കെയോ ശക്തികൾ തമ്മിലുണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് BJPയുടെ തലയിൽ കെട്ടിവെക്കണം. പൂരം കലക്കിയത് BJP ആണെന്ന് വരുത്തി തീർക്കണം. വളരെ കൃത്യവും ശക്തവുമായ ബോധ്യത്തോടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അപചയത്തിന്റെ അവസാനത്തെ ഉദാഹരണമല്ലേ ഇത്? ശരി, CPMന്റെ സംഘടനയ്ക്ക് അത് വിശദീകരിക്കേണ്ടതുണ്ട്. TP ജയചന്ദ്രൻ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇടതുപക്ഷത്തിനും CPMനും അത്ര പരിചിതമായൊരു രീതിയുമല്ല. പാർട്ടിക്ക് പുറത്തു നിന്ന് ഇടതുപക്ഷ MLA ആയ, ഇടതുപക്ഷ അനുഭാവിയായ, CPM സഹയാത്രികനായ ഒരു MLA പാർട്ടിയുടെ എല്ലാ ചട്ടങ്ങൾക്കും പുറത്തു നിന്നുകൊണ്ട് പുറത്തൊരു വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിക്കുക, ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ ഉന്നയിക്കുക, അത് ഇതുവരെ നമ്മൾ കേൾവിയില്ലാതാണ്. ഇതുവരെ അനിതര സാധാരണമായ ഒരു സംഭവമായി തന്നെ നമുക്കെതിരെ വിലയിരുത്താം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. റിജിൽ മാക്കുറ്റി കൂടി നമുക്കൊപ്പം ചേരുന്നു. റിജിൽ മാക്കുറ്റി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ PV അൻവറും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഇത് ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമാണ്, ഈ ചർച്ചയ്ക്കെല്ലാം ആധാരമായത്. നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ, പോലീസ് സ്റ്റേഷനുകളെ പൂർണ്ണമായും രാഷ്ട്രീയ വിമുക്തമാക്കാൻ വേണ്ടി പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നിർഭയം അവരുടെ ലോ ആൻഡ് ഓർഡറുമായി മുന്നോട്ട് പോകാം, അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെടുത്ത തീരുമാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പല രീതിയിലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഏറെക്കുറെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേതാക്കന്മാർ പുറത്താവുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം എന്ന നിലയിൽ കൂടിയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നിങ്ങൾ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? സെൽ ഭരണം എന്ന് നിങ്ങൾ കളിയാക്കി വിളിച്ചെങ്കിലും അത് സാധാരണക്കാരന് ചിലയിടങ്ങളിലെങ്കിലും ഗുണകരമായിരുന്നു എന്നൊരു ചരിത്രാനുഭവം നമ്മുടെ മുന്നിലുണ്ട്. റിജിൽ മാക്കുറ്റി. അരുൺകുമാർ ഇപ്പോൾ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വലിയ തമാശയായിട്ട് തോന്നുന്നത്, പോലീസ് സ്റ്റേഷനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയൊരു പ്രസ്ഥാനവും ഒരു പാർട്ടി, ഒരു മുന്നണിയും സർക്കാരും ഭരിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ കണ്ണൂരാണ്, ഏത് പോലീസ് സ്റ്റേഷനകത്താണ് ഈ പോലീസുകാർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ സാധിക്കുക? എല്ലാ പോലീസ് സ്റ്റേഷനും ഭരിക്കുന്നതിന് വേണ്ടി ഫ്രാക്ഷൻ ഉണ്ട്. അത് CPMൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും CPMൻ്റെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരുമാണ്. അവർ പറയുന്ന കാര്യത്തിനപ്പുറത്തേക്ക് എന്ത് കാര്യമാണ് ഇത് നടക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ചോദ്യമായി കിടക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നേതാക്കന്മാരുമായി എല്ലാ തരത്തിലുള്ള കൂട്ടുകച്ചവടം നടത്തുകയും അവരുടെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയുകയും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. ആ പിന്തുണയുടെ ഭാഗമാണ് MR അജിത് കുമാർ എന്ന് പറയുന്ന ഇന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള
ADGP ആ ADGPക്കും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ADGP പിന്നെ മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ഭാര്യാസമേതം കൂടെ പോകാനുള്ള ഒരു അവസരം ഉൾപ്പെടെ കിട്ടുകയും അദ്ദേഹത്തിന് DGPയെക്കാളും വലിയ പവർ ഗ്രൂപ്പ് ഈ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും DGPക്ക് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ വില പോലും ഇല്ല, എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പിന്നെ അജിത് കുമാർ ആണ് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി PV അൻവർ പറഞ്ഞിട്ടുണ്ട്. റിജിൽ, അതെ ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെന്നേ. ഞങ്ങൾ ഇതിപ്പം ഓരോ വെടി ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഗവൺമെന്റിനും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കും ഒക്കെ എതിരെ സ്ഥിരം പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒന്ന് വാർത്തയൊന്ന് മാറ്റാൻ വേണ്ടി പറയുന്ന കാര്യമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ പിൻബലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയോ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഏതാണ് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് എന്താ കിട്ടിയത്? ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു MLA അയാളുടെ ട്രാക്ക് റെക്കോർഡോ അയാൾ MLA എന്നതിന് മുമ്പ് അയാൾ എന്താണെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അയാളുടെ രീതിയെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ അതല്ല പറയുന്നത്, അയാൾ തന്നെയാണ് പറയുന്നത്. പിണറായി വിജയനാണ് ദൈവമെന്ന് കണ്ട് പ്രവർത്തിച്ച ഒരു MLA എങ്ങനെയാണ് ഒരു വെളിപാട് പോലെ ഇങ്ങനെ ആഭ്യന്തര വകുപ്പിനെതിരായി പൊളിറ്റിക്കൽ സെക്രട്ടറി, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ നിഴലല്ലേ, P ശശി എന്ന് പറയുന്ന കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് PV അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റു വാങ്ങിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നു ഇവിടെ പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ പല ആരോപണങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായി ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഞങ്ങൾ അനങ്ങാതിരിക്കണോ? ഞങ്ങളുടെ മുമ്പിൽ തെളിവില്ലേ? എന്തിനാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശ്രീ അരുൺകുമാർ. ADGP അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് വിജിലൻസിന്റെ ചുമതല വഹിക്കുമ്പോഴാണല്ലോ പിന്നെ സ്വപ്ന സുരേഷിന്റെ പിന്നെ കൂട്ടാളിയെ അറസ്റ്റ് ചെയ്തത്. വിജിലൻസിന്റെ ആളുകൾ പോയി ആ വിജിലൻസിന്റെ ആളുകൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അവിടെ ലോക്കൽ പോലീസ് സംവിധാനമില്ലേ? അവരറിയാതെ എന്തിനാണ് ഈ നിർദ്ദേശം കൊടുത്ത് വിഷയമാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല റിജിൽ മാക്കുറ്റി, നിങ്ങൾക്ക് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും അപ്പുറം ഒരു തെളിവെങ്കിലും പ്രതിപക്ഷത്തിനുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ വിളിപ്പിക്കുന്നില്ല PV, ഞാൻ റിജിൽ PV അൻവർ പുറത്തുവിട്ട വിഷയങ്ങൾക്കും അപ്പുറം ഒരു തെളിവ് ഞാൻ വെല്ലുവിളിക്കുന്നു റിജിൽ മാക്കുറ്റിയെ. PV അൻവർ പുറത്തുവിട്ട വിവരങ്ങൾക്കും അപ്പുറം ഒരു തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോപണങ്ങളിലുണ്ടോ? ഒരു തെളിവ് അല്ല. ഞങ്ങൾ ചോദിക്കുന്ന കാര്യം എന്താ? ഞങ്ങൾക്ക് തെളിവ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള എല്ലാവിധ തോന്നിയവാസങ്ങളും ആ പിന്നെ സംവിധാനം ഉപയോഗിച്ച് നടത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ മുഖ്യമന്ത്രി മാത്രം ഇത് നിൽക്കുന്നത്. ബാക്കി ശിവശങ്കരൻ ജയിലിൽ കടന്ന് എന്തിനും ഞങ്ങൾ തെളിവ് കൊണ്ട് കൊടുത്തിട്ടൊന്നുമല്ലോ. ശിവശങ്കർ ജയിലിൽ പോയി, മുഖ്യമന്ത്രി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ശിവശങ്കർ ജയിലിൽ പോയി, പക്ഷേ മുഖ്യമന്ത്രി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ പ്രതിപക്ഷത്തുമായി. എന്തുകൊണ്ട് പോയില്ല? നിങ്ങൾ പ്രതിപക്ഷത്തുമായി. ശിവശങ്കർ ജയിലിലായി, നിങ്ങൾ പ്രതിപക്ഷത്ത്. അതെ അല്ലെന്നേ ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ തോന്നിയവാസങ്ങളും അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതുകൊണ്ട് അങ്ങനെ പോകല്ല. ഒരു എന്തെങ്കിലും എന്താണ് ഞങ്ങൾ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? കേന്ദ്രം ഞങ്ങളാണോ ഭരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരെ പ്രതിപക്ഷത്തിന്റെ കർമ്മയല്ലേ? ഇവിടെ ഈ നാട്ടിലുമായി ബന്ധപ്പെട്ട് വന്ന ആഭ്യന്തര വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ഏറ്റുപിടിച്ചു എന്നല്ലാതെ പ്രതിപക്ഷം എന്താ ഈ വിഷയത്തിൽ ചെയ്തത്? അതാ ഞാൻ ചോദിച്ചത്. ഒരു തെളിവ് നിങ്ങൾ പുറത്തുവിട്ടോ? അദ്ദേഹം ഒന്നല്ലെങ്കിൽ ഒരു ഡസൻ ശബ്ദരേഖ പുറത്തുവിട്ടു. അദ്ദേഹം 8 മാസമായി അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള പഠനത്തിലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പ്രതിപക്ഷത്ത് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഫോൺ റെക്കോർഡ് ചെയ്യുകയും ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടലാണോ ഞങ്ങളുടെ പണി? അത് മര്യാദയാണോ? സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് അങ്ങനെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുണ്ട്? ഇതൊക്കെ അധികാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമല്ലേ? ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അത് അന്വേഷിക്കേണ്ട, ഇതൊന്നും ശരിയല്ല, ഇല്ലാത്ത കാര്യമാണെന്നാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഭരണകക്ഷിയുടെ MLA മാത്രമല്ല, പിണറായി വിജയനും മനസാക്ഷി സൂക്ഷിപ്പുകാരന ഒരു MLA അല്ലേ ഈ അൻവർ? നിഷേധിക്കാൻ പറ്റുമോ? അയാൾ പറയുന്ന ഈ കാര്യത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോഴും അതിനകത്ത് പല കാര്യങ്ങൾ കൂട്ടിയോജിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന ബോധ്യം നമ്മുടെ മുമ്പിലില്ലേ? സ്വാഭാവികമായി അത്തരം വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ട, ഞങ്ങൾ വീട്ടിലിരിക്കണം, പ്രതിപക്ഷം അനങ്ങാതിരിക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കലേ എന്ത് പ്രതിപക്ഷം ചോദിക്കുന്നത്? നീ അരുൺകുമാർ അല്ലേ ഈ വിഷയം ഇടപെടലേ? ഈ കേരളത്തിന്റെ PV അൻവർ പറയുന്ന ആരോപണങ്ങൾ ഏറ്റെടുക്കാം, പക്ഷേ PV അൻവർ പറയുന്ന എല്ലാ ആരോപണങ്ങളും നിങ്ങൾ ഏറ്റെടുക്കില്ല. PV അൻവറിനെ നിങ്ങൾ ഏറ്റെടുക്കില്ല. PV അൻവറിന്റെ ഭൂതകാലം നിങ്ങൾ തെരഞ്ഞു പോകും. അങ്ങനെയുള്ള PV അൻവർ പറയുന്ന ആരോപണങ്ങൾ മാത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് മധുരിക്കുന്നത്, നിങ്ങൾക്ക് ഗുണകരമാകുന്നത്?
അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു SP-യുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നില്ലേ? അതെ. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിന്റെ കാര്യം? അല്ല, അതെ, പുറത്ത് പ്രതിപക്ഷത്തിന് ചോർത്തേണ്ട പണിയല്ലല്ലോ. അരുൺ ആ പണിയുണ്ടോന്ന് എനിക്കറിയില്ല. മാധ്യമരംഗത്ത് ഇരുന്ന് ചോർത്തുന്ന പണി ഞങ്ങൾക്ക് പണിയില്ല. ആളുകളെ ഫോൺ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്തതാണ്. ആ റെക്കോർഡ് ചെയ്ത അവസ്ഥയിലേക്ക് അദ്ദേഹം ഒരു കേസ് കൊടുത്തതാണ്. എന്തിനേറെ ഒരു സംശയം അല്ലല്ല, SP ഓഫീസിന്റെ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പോലും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവിടെ നിന്നാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്. ശ്രീ അരുൺ, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അവിടെ ചോർത്തി കൊടുക്കാൻ ആളുണ്ടാവും അൻവറിന്. ഞങ്ങൾക്ക് ചോർത്തി തന്നില്ലല്ലോ. ഞങ്ങൾ പല ആരോപണം ഇന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം ഉണ്ടല്ലോ. എന്താ ആരോപണം? എന്തിനാണ് ഈ നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ BJP RSSന്റെ നേതാവിനെ കാര്യം? പോയത് ആരുടെ കൂടിയാണ്? PV അൻവർ ഉന്നയിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് PV അൻവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ഉടനെ പ്രതിപക്ഷ നേതാവ് വരുന്നു. അല്ല, പ്രതിപക്ഷ തെളിവ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ തെളിവ് കൊടുക്കാന്ന്. കയ്യിൽ കിട്ടുമ്പോ മാത്രം പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന തെളിവെന്താ? ശ്രീ അരുണേ, ഓരോ തെളിവുകളും ഓരോ സാഹചര്യത്തിലാണ് ഓരോ വിഷയങ്ങൾ വരിക. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം ഭരണതലത്തിലാണ് നടക്കുന്നത്, രാഷ്ട്രീയമായിട്ടല്ല എന്നതാണ് CPM-ന്റെ നിലപാട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് രാഷ്ട്രീയമായി കൂടി വിശദീകരണം കണ്ടെത്തേണ്ടതാണ്. അത് തന്നെയാണ് PV അൻവറിന്റെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാം കലങ്ങി തെളിയുമോ എന്നാണ് ചോദ്യം. PV അൻവർ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 10ാം മണിക്കൂറിലേക്ക് കടക്കുന്നു. PV അൻവർ മൊഴി കൊടുക്കുമ്പോഴും PV അൻവർ നേരത്തെ ഉന്നയിച്ച അതേ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തെളിവുകൾ കൂടിയാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം പാർട്ടി സെക്രട്ടറിക്കും കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകൾ കൂടിയാണ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ഇടതു പ്രതിനിധി M. ജയചന്ദ്രനുണ്ട്, BJP പ്രതിനിധി TP ജയചന്ദ്രൻ, കോൺഗ്രസ് പ്രതിനിധി റിജിൽ ബാക്കുറ്റി എന്നിവർ ചേരുന്നു. ഞാൻ ജയചന്ദ്രൻ മാഷിലേക്ക്. ജയചന്ദ്രൻ, 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് CPM-നെ സംഘടനാപരമായി പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിപക്ഷത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ പോകുന്നുണ്ടോ? രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ചർച്ചയിൽ KG ജേക്കബ് പറഞ്ഞു വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച രാഷ്ട്രീയമായി വിശദീകരിക്കാതെ പകരം പാർട്ടിക്ക് അതിൽ എന്തുണ്ട് കാര്യം എന്നൊരൊറ്റ ചോദ്യം ചോദിച്ച് കൈയൊഴിയുന്നത് നിരുത്തരവാദപരമല്ലേ? ജയചന്ദ്രൻ. M. ജയചന്ദ്രൻ. എന്നോടാണോ? അതെ, താങ്കൾ ചോദിച്ചത്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് കേൾക്കാൻ കഴിയുമായിരുന്നോ? ഇടയ്ക്ക് കട്ടായി പോയത് ആദ്യം പറഞ്ഞത് കേൾക്കുന്നുണ്ടായിരുന്നു? കേട്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഈ ഓക്കെ അദ്ദേഹം RSS നേതാവ് ദത്താത്രേയയുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പറ്റി ആണല്ലോ ഇപ്പോൾ പുറത്തു വന്ന വിവാദത്തിൽ വരുന്നത്. ഞാനത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് അന്വേഷിച്ചിരുന്നു. കിട്ടിയ ഒരു അന്വേഷണത്തിൽ കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസുകാരും ഈ വിഷയം അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് ചെയ്തത് ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. ഈ ADGP-യുടെ ദത്താത്രേയയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവർ ADGP ഇന്റലിജൻസിനാണ് റിപ്പോർട്ട് കൊടുത്തത്. ആ ADGP ഇന്റലിജൻസിന് കൊടുത്ത റിപ്പോർട്ടിൽ ഇൻഫോർമൽ പേഴ്സണൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടുമില്ല. ഇപ്പോൾ 16 മാസം കഴിഞ്ഞു ആ സംഭവം നടന്നിട്ട്. ഈ 16 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു വിഷയം പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷത്തെ മറ്റാരെങ്കിലുമോ മാധ്യമങ്ങളോ കേരളീയ പൊതുസമൂഹത്തിൽ ഉന്നയിച്ചില്ല എന്ന വാസ്തവമാണ്. പക്ഷേ ഡിസംബർ മാസത്തിൽ വീണ്ടും മറ്റൊരു RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തി റാം മാധവ് ഡിസംബറിൽ കോവളത്ത് വെച്ച് അതും സ്പെഷ്യൽ ബ്രാഞ്ചും ഈ പറയുന്ന ഇന്റലിജൻസും റിപ്പോർട്ട് കൊടുത്തു. ഇൻഫോർമൽ പേഴ്സണൽ. അതെ, ഞാൻ പറയുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഇതിങ്ങനെ വരാൻ കാരണം? ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പോലീസിന്റെ ഉന്നതങ്ങളിൽ തന്നെയാണ്, കേരള പോലീസിന്റെ ഉന്നതങ്ങളിൽ തന്നെ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ഈ വിവരം പ്രതിപക്ഷത്തിന് കൈമാറപ്പെട്ടിട്ടുള്ളത്.
ഞാനതും ഉത്തരവാദിത്തോടെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുക എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ, എങ്ങോട്ടാണ് അതിൻ്റെ ഡയമെൻഷൻസ് നിൽക്കുന്നതെന്നുള്ളത്. അതാണ് ഒരവസ്ഥ. ഇത് അഡ്രസ്സ് ചെയ്യാതെ പോകാൻ CPM-നെ സംബന്ധിച്ച് കഴിയില്ല. അത് താങ്കൾ ചോദിച്ചത് വസ്തുതയാണ്. CPM എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പ്രധാനമാണ്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതല്ല പ്രധാനം. അവിടെ ഇത് ഇത് ചർച്ചകളായി ഉയർത്തപ്പെടും എന്നുള്ളതുമല്ല പ്രധാനം. ഇത്തരം ഒരു പ്രശ്നം കേരളത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് കേന്ദ്രത്തിൽ PHQ എന്ന് പോലീസുകാർ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലാണ് സംഭവഗതികളുടെ കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വിവിധ മാനങ്ങൾ ഇപ്പം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇതിൽ അൻവർ ഭരണം കുളം കലക്കുന്നതിനോ ഒന്നുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അതിൻ്റെ അകത്ത് ചില എലമെന്റ്സ് ഉണ്ട്. അത് ഡിസ്ട്രക്റ്റീവ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡിസ്ട്രക്റ്റീവ് അല്ല, നശീകരണാത്മകമല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ. തീർച്ചയായും അത് ഒരു പരിധിവരെ, വലിയൊരു പരിധിവരെ കൺസ്ട്രക്റ്റീവാണ്. പക്ഷെ അദ്ദേഹം അത് ഡിസ്ട്രക്റ്റീവ് അല്ല അൻവറിന്റെ പരിശ്രമങ്ങൾ എന്ന് പറയുമ്പോഴും എത്രത്തോളം കൺസ്ട്രക്റ്റീവ് ആവാൻ കഴിയുന്നുണ്ട് അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു ഭാഗത്ത് ഞാൻ വരാം ശ്രീ ജയചന്ദ്രൻ. TP ജയചന്ദ്രൻ മാഷ് നേരത്തെ പറഞ്ഞില്ലേ, ഇത് ബേബിയും കാരാട്ടുപക്ഷവും തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധമാണ്, അതിന്റെ പ്രതിഫലനമാണ്. ആ രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ പോവുകയാണ്. റിജിൽ മാക്കുറ്റിയുടെ പാർട്ടി തെരുവിൽ കിടന്ന് അടികൊള്ളുകയാണ്. പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നിനും കൊള്ളാത്ത ഭരണാധികാരി എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്കുള്ള നെറേറ്റീവ് ശക്തി പ്രാപിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം വകുപ്പിൽ, ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആഖ്യാനത്തിന് കൊടുത്തിരിക്കുന്ന വലിയ വടിയല്ലേ PV അൻവറിന്റെ ആരോപണം? അല്ല, അങ്ങനെയല്ല, അങ്ങനെ കാണാനേ കഴിയില്ല. അല്ല, ഞാനത് വിശദീകരിച്ചതാണ്. നോക്കൂ എം ജയചന്ദ്രൻ, ഒരൊറ്റ കാര്യം, അതായത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രി അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കുന്നു, പിന്നീട് ഒരു ചുക്കും നടക്കില്ല എന്ന് പറഞ്ഞത് PV അൻവറാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു പരാതിയിലും ഒരു ചുക്കും നടക്കില്ല എന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടു, മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തതാ, ഒന്നും ഉണ്ടായില്ല. ആരാണ് പൂരം കലക്കിയത്? മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത പരാതിയാ, ഒന്നും ഉണ്ടായില്ല, ഒരു ചുക്കും നടന്നില്ല. അല്ല, അതങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന രീതി, ശൈലി, അതിന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നറിയാത്ത ആളാണോ PV അൻവർ എന്ന ഭരണകക്ഷി MLA? ഞാനത് വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പക്കൽ അദ്ദേഹം ഒരു പരാതി കൊടുത്താൽ PV അൻവർ, ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞതാണല്ലോ താങ്കളിപ്പോൾ കോട്ട് ചെയ്തത്, PV അൻവർ ഒരു പരാതി കൊടുത്താൽ നേരെ അത് വിളിച്ച്, ആഭ്യന്തര വകുപ്പിന്റെ കാര്യമാണെങ്കിൽ നേരെ മുഖ്യമന്ത്രിയെ വിളിച്ച് PHCയുടെ കൊടുക്കുന്നതാണോ അവിടുത്തെ ഭരണ നിർവഹണ രീതി? അങ്ങനെയാണോ? അങ്ങനെയല്ല. മുഖ്യമന്ത്രി ഓഫീസ് പ്രവർത്തിക്കുന്ന അങ്ങനെയൊന്നും അല്ല. അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ PV അൻവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. CM-ന്റെ ഓഫീസ് അങ്ങനെയല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും അങ്ങനെയല്ല എന്നുള്ളത്. അതൊന്ന്. മറ്റൊരു കാര്യം, TP ജയചന്ദ്രൻ ഉന്നയിച്ച കാര്യം താങ്കൾ ചോദിച്ചല്ലോ, വൃന്ദ കാരാട്ട്, പ്രകാശ് കാരാട്ട്, MA ബേബി, ഇതൊക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ അരുൺകുമാർ, നമ്മൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ കാണുന്ന നിലവാരത്തിലും ആ താളത്തിലുമാണോ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുക എന്ന് വിചാരിക്കുന്ന ആളാണോ താങ്കൾ? തീർച്ചയായും അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. എൻ്റെ ധാരണ എങ്ങനെയാണ്, അങ്ങനെയൊന്നും നടക്കാൻ കഴിയില്ലല്ലോ. ഇത് സംബന്ധിച്ചിപ്പോൾ സീതാറാം യെച്ചൂരിയുടെ കാര്യം ജയേന്ദ്ര മാസ്റ്റർ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിപ്പോൾ പറയേണ്ട കാര്യവുമില്ലാത്തതല്ലേ. അദ്ദേഹം രോഗശയ്യയിലാണ്, വേഗം സുഖം പ്രാപിക്കട്ടെ. അപ്പോൾ പക്ഷേ CPM-നൊന്നും അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവിലും അങ്ങനെയല്ല നടക്കുന്നത്. താല്പര്യങ്ങളുണ്ടാവാം, താല്പര്യങ്ങളില്ല എന്നും പറയാൻ കഴിയില്ല. CPM-ൽ കേരളത്തിൽ 1991 മുതൽ വിഭാഗീയത തുടങ്ങിയെന്നും അത് ശക്തമായി എന്നും എന്നൊക്കെ CPM കേന്ദ്ര കമ്മിറ്റി എത്രയോ തവണകളിലായിട്ട് വിശകലനം ചെയ്ത് പാർട്ടി രേഖകളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്, പൊതുസമൂഹത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അത് അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. ഒരു ഘട്ടത്തോടുകൂടി അത് അവസാനിപ്പിക്കുകയും ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ 2012 കോട്ടയം സമ്മേളനത്തോടുകൂടി അത് പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്.
അത് പിന്നീട് ആലപ്പുഴ സമ്മേളനം 2005 അത് പിന്നെ ഓക്കെ, അത് മനസ്സിലായി. അല്ല, പഴയ കാലത്തിന്റെ ഒരു തുടർച്ചയൊന്നും ഇത്തവണ CPM ഇല്ല എന്നത് വ്യക്തവുമാണ്. പക്ഷേ EP ജയരാജൻ പുറത്താവുന്ന ദിവസം തന്നെ ഈ വാർത്ത ഒരു വലിയ വെടി പോലെ ഈ സമൂഹത്തിൽ പൊട്ടുകയാണ്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി പോലും നേരത്തെ ഇവിടെ TP ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ ആരോപണ പെരുമഴയിൽ താഴ്ന്നുപോയി. അതിന്റെ അർത്ഥം PV അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാത്രമാണോ എന്നാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് എത്തിയാൽ അത് രാഷ്ട്രീയമായി കഴിഞ്ഞു. അപ്പോൾ രാഷ്ട്രീയമായി പാർട്ടി എടുത്തൊരു നിലപാട് തെറ്റാണ് എന്ന് പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് MLA പറയുകയാണ്. P ശശിയിലേക്കൊന്നും എത്തുന്ന കാര്യം ഇപ്പൊ ഉദിക്കുന്നതേ ഇല്ല. അതൊക്കെ പിന്നെ അൻവറിന് തന്നെ അറിയാം. P ശശി എന്ന് പറയുന്ന ആള് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനല്ല, പാർട്ടി സംസ്ഥാന സമിതി അംഗമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയും കൂടെ തീരുമാനിച്ചതിന് ശേഷമാണ് ആ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ നിയന്ത്രണം ഇല്ല എന്നതാണ് PV അൻവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം. ഉദ്യോഗസ്ഥ ഭരണം മാത്രം നടക്കുന്നു, അത് ദുഷ്ഭരണമായി തീരുന്നു എന്നതാണ് PV അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ നിയന്ത്രണമില്ലാത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസിന്റെ ഉദ്യോഗസ്ഥ ഭരണമാണ് ഈ കെടുതികളെല്ലാം ഉണ്ടാക്കുന്നത്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, കൊലപാതകം, കൊട്ടേഷൻ, ലൈംഗിക പീഡനം എന്നിങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, ശരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിനെ CPM എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്? രാഷ്ട്രീയമായ നിലപാട് പറഞ്ഞാലേ ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റൂ. അത് പൊതുഭരണ വകുപ്പിലെ ഒരു ഉത്തരവ് വന്ന് അതൊരു അന്വേഷണ സംഘം വന്ന് അതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വലിയൊരു പരിധിവരെ അൻവറിന്റെ ആരോപണം ശരിയാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു പരിധിവരെ ആരോപണം ശരിയാണ്. അത് വലിയൊരു പരിധിവരെ മാത്രമേ ഉള്ളൂ, പൂർണ്ണമായും ശരിയല്ല, 100% ശരിയായിട്ടുള്ള പ്രസ്താവനയൊന്നുമല്ല. പക്ഷെ വലിയൊരു പരിധിവരെ ശരിയാണ്. അതിൽ കറക്ഷൻസ് ആവശ്യമാണ്. അത് രാഷ്ട്രീയമായ കറക്ഷൻസ് അല്ലേ ആവശ്യം എന്നതാണ് എന്റെ ചോദ്യം. അത് രാഷ്ട്രീയമായ തെറ്റുതിരുത്തലല്ലേ വേണ്ടത്? രാഷ്ട്രീയമായ നടപടികളല്ലേ വേണ്ടത്? ആ രാഷ്ട്രീയ നടപടികൾക്ക് പകരം ഭരണപരമായ നടപടികൾ കൊണ്ട് അതിനെ ഒഴിവാക്കാൻ കഴിയുമോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, രാഷ്ട്രീയമായ നടപടി തന്നെയാണ്. സെപ്റ്റംബർ മാസം 2-ാം തീയതി മുഖ്യമന്ത്രി കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ നടപടിയല്ല, അത് ഭരണപരമായ നടപടിയല്ലേ ജയചന്ദ്രൻ? നോക്കൂ, ADGPയെ നിലനിർത്തിക്കൊണ്ട്, ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGPയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് അവിടെ നടക്കുന്നത്. ആ ADGPക്കെതിരെയാണ് ആരോപണത്തിന്റെ കുന്തമുന. അല്ല, അത് വേറെ. ഞാൻ പറഞ്ഞത് ഞാനതല്ല പറഞ്ഞു. അദ്ദേഹത്തിന്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ്, കോട്ടയത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അതിന്റെ ഉള്ളടക്കം? എന്താണ് അത്? ഭരണപരമാണ് ഉള്ളടക്കം. അതെ, രാഷ്ട്രീയമാണ്. കേരളം എന്ന രാഷ്ട്രീയം തന്നെയാണ്. അത് ഭരണപരമാണ്. ഏത് മുഖ്യമന്ത്രിക്കും അങ്ങനല്ലേ പറയാൻ സാധിക്കൂ? എല്ലാ മുഖ്യമന്ത്രിയും ഈ ഉദാഹരണത്തിന് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നത് ഭരണപരവും നിയമപരവുമായ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എത്ര ഉന്നതനാണെങ്കിലും തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും. സാർ, അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും VD സതീശനാണെങ്കിലും K സുരേന്ദ്രനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഇതേ പറയൂ. അതിനകത്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രാഷ്ട്രീയമായൊരു ശരിയാണ്, രാഷ്ട്രീയമായൊരു നിലപാടാണ്. ആ നിലപാട് ഇതുവരെ ഉണ്ടായില്ല. അല്ലല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരല്ലോ നമ്മൾ ആരും. ഇത്തരം സമ്മേളനങ്ങളിൽ അവിടെ അദ്ദേഹം പറയുന്നതിന് അതിനെ വ്യക്തമായൊരു രാഷ്ട്രീയ നേതാവിന്റെ പറയേണ്ട ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് പറയുന്ന ആ ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു പിന്നെ സ്റ്റേറ്റ്മെന്റാണ് ഞാനതിൽ കണ്ടത്, അദ്ദേഹത്തിൽ കണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടതെന്താണ്? സുജിത് ദാസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ 2 പേരെ കൂടി ഉൾപ്പെടുത്തി ഒരു അന്വേഷണ സംഘം ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ജയിച്ചത്. പക്ഷേ അതിന് രാഷ്ട്രീയമായ ഇച്ഛാശക്തി അതിനകത്ത് പ്രതിഫലിച്ചു. അതെ, ആ നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടത്തിലാ ഈ ഞാൻ പറയാം. സർക്കാരിന് എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞുതരാം സാർ, ഞാൻ പറഞ്ഞുതരാം. റിപ്പോർട്ടർ TV അടക്കം പുറത്തുവിട്ടിരിക്കുന്ന ഗുരുതരമായ ലൈംഗികാരോപണ കേസടക്കം അതുതന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം എത്തുന്നതിന് തലേന്ന് രാത്രി മണിക്കൂറുകൾക്ക് മുമ്പാണ് സുജിദാസിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അങ്ങ് ആലോചിച്ച് നോക്കൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ MLAയോട് താൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കാമെന്നൊരു ഓഫർ വെച്ച് തനിക്കെതിരെ പരാതി പിൻവലിക്കണമെന്ന് അപേക്ഷിക്കുന്ന ടെലിഫോൺ പുറത്തു വന്ന് 3 ദിവസം കഴിഞ്ഞു. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ 3 ദിവസം ഉദ്യോഗസ്ഥൻ ഈ തെളിവ് നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുമായിരുന്നില്ലേ? അദ്ദേഹത്തെ സർവീസിൽ ഹെഡ്ക്വാർട്ടറിൽ തിരിച്ചു വിളിച്ചിരുന്നില്ലേ? അല്ല, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം പ്രധാനമായൊന്നല്ലേ. ഞാൻ പറഞ്ഞത്
ഒരു കാര്യം പറയാനുണ്ട്. ഓ, പറ. അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ട് നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വേണ്ടത് അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ട്, നമുക്ക് വേണ്ടത് പൊതുഭരണ വകുപ്പിന്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. അത് ഭരണപരമായ നടപടികൾ അതാവട്ടെ. എന്റെ ചോദ്യം, രാഷ്ട്രീയമായി എന്ത് നിലപാടെടുത്തു? സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ട് പി ശശിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഈ ഉത്തരവാദിത്വമില്ല. ഈ വിഷയത്തിൽ പി ശശി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിക്കൊണ്ട് പാർട്ടി നിലപാടെടുക്കുന്നു. അവിടെ രാഷ്ട്രീയമായി എന്ത് നിലപാടെടുത്തു ഈ പാർട്ടി എന്നതാണ് എന്റെ ചോദ്യം. ഭരണപരമായത് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ്. അത് മതിയോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ടി പി ജയചന്ദ്രൻ, നോക്കൂ, ഭരണപരമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതെന്താണെന്ന് അങ്ങ് പറയൂ. ഒരൊറ്റ വാചകത്തിൽ എനിക്ക് പറയൂ. ഒറ്റ വാചകത്തിൽ പറയൂ. ഞാൻ ടി പിയിലേക്ക് വരാം. എന്തായിരുന്നു ആ രാഷ്ട്രീയമായ നിലപാട്? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച ചേർന്നിട്ട് അക്കാര്യത്തിൽ പി ശശിയുടെ കാര്യത്തിൽ അടക്കം രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് നമ്മൾ പറഞ്ഞതിലില്ല. വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞതിലില്ല. പക്ഷെ അത് പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ല, അതെങ്ങനെ ശരിയാവുക? പാർട്ടി സെക്രട്ടേറിയറ്റിൽ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിനാണ് പി ശശിക്കെതിരെ നിലപാട്? പി ശശിക്കെതിരെ ഒരു പരാതിയും വന്നിട്ടില്ല, ഒരു ആരോപണവും എഴുതി തന്നിട്ടില്ല. എഴുതി തല്ലാത്തത് കൊണ്ട് പാർട്ടി ഇത് പരിശോധിച്ചിട്ടില്ല. ഓറലി പറഞ്ഞിട്ടുണ്ടാവും, വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവും എന്നതാണ് പാർട്ടി സെക്രട്ടറി എടുത്ത നിലപാട്. ഞാൻ പറഞ്ഞത് പി ശശിക്കെതിരെ നിലപാട് എടുക്കണമെന്നല്ല. പാർട്ടി ഈ വിഷയത്തിൽ എടുത്ത ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള മൂവ് എന്താണ്? അത് ഭരണപരമായ ഒരു നീക്കം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നതാണ് എൻ്റെ വാദം. ഞാൻ തിരിച്ചു വരാം. ടി പി ജയചന്ദ്രൻ, ഇതൊരു അന്വേഷണ സംഘം അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തി തീർക്കാവുന്ന പ്രശ്നം മാത്രമാണോ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്? ഇത് പക്ഷേ ഇടതുപക്ഷ ക്യാമ്പുകളിൽ പല രീതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. PV അൻവർ പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവമാണെന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ നോക്കൂ, തെറ്റുതിരുത്താൻ ഇടതുപക്ഷത്തെ MLA മുഖ്യമന്ത്രിയെയും പാർട്ടിയും കൈവിടാതെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശുദ്ധികലശം നടത്തുകയാണ്. ഇങ്ങനെയൊക്കെ ഇടതുപക്ഷത്ത് മാത്രമല്ലേ സാധ്യമാവൂ? ടി പി ജയചന്ദ്രൻ, ഈ ചർച്ച തുടങ്ങപ്പോൾ അരുൺ തന്നെ പറഞ്ഞു, ഈ നാട്ടിൽ ഇന്നേ വരെ കെട്ടുകേൾവിയുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു MLA പരസ്യമായി മുഖ്യമന്ത്രിയെ തനിക്ക് വിശ്വാസമില്ല, ഞാൻ പൊതുവായി പറയാതെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ഇല്ലെങ്കിലും അല്ല, ഒരു മിനിറ്റ് അരുൺ, പത്രക്കാരോട് പരസ്യമായി പറയാതെ അത് കൊടുത്തിരുന്നെങ്കിൽ അത് ഗൗനിക്കപ്പെടുമായിരുന്നില്ല എന്ന് അൻവർ പറഞ്ഞിരുന്നോ? ഉണ്ടല്ലോ. അതിന്റെ പച്ച മലയാളം എന്താ? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ വിശ്വാസമില്ല. ഞാൻ വരാം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ എന്താണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ വിശ്വാസമില്ല എന്താണ്? അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പരാതി കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു സഖാവ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിന് ശേഷം കൊടുക്കുന്നതിൻ്റെ സാങ്കത്യവും യുക്തിയും വിശ്വാസ്യതയും എന്താണ്? നാഴികയ്ക്ക് 40 വട്ടം യെസ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്ന മാതിരിയിൽ ചർച്ചയ്ക്കിടയിലൊക്കെ അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രി മഹാനാണ്. യെസ് ഹി ഈസ് എ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ഓണറബിൾ മാൻ എന്ന് അദ്ദേഹം പറയുന്നതിനിടയ്ക്ക് പറയുന്നു, ഇത് പത്രക്കാരോട് പറയാതെ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന പ്രത്യാഘാതം എന്ത്? ഡോക്ടർ, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമായിട്ട് ജയചന്ദ്രൻ സാർ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ആശയക്കുഴപ്പം നിങ്ങൾ നോക്കൂ. അദ്ദേഹം പറയുന്നു അൻവർ ഉയർത്തിയത് കൺസ്ട്രക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അൻവറാണ് ശരി എന്നല്ലേ അരുൺകുമാർ അതിൻ്റെ അർത്ഥം? അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന കേരളത്തിലെ പോലീസ് സേനയും കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ADGPയും കേരളത്തിലെ സംവിധാനങ്ങൾ ആകെ പങ്കിലമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാൾ പരോക്ഷമായി സമ്മതിക്കുകയല്ല. ഇത് ജയചന്ദ്രൻ പറഞ്ഞത് ഭാഗികമായി PV അൻവർ പറഞ്ഞത് ശരിയാണ്, ഭാഗികമായി PV അൻവർ പറഞ്ഞത് കൺസ്ട്രക്റ്റീവ് ആണ്. അത് പറഞ്ഞതിനെ PV അൻവറിനെ നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് എന്തിനാ? അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷത്തും CPM സഹയാത്രികനായും സഖാവ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് സാർ. അദ്ദേഹത്തെ നിങ്ങൾ എന്തിനാ മാറ്റി നിർത്തുന്നത്? അല്ല, ഞാൻ മാറ്റി നിർത്തിയില്ല. അരുൺ സമയം കിട്ടുമ്പോൾ ഈ ചർച്ച ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കൂ. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ കൃത്യമായി ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അൻവർ കൺസ്ട്രക്റ്റീവ് ആണ്, ഡിസ്ട്രക്റ്റീവ് അല്ല. രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അൻവർ പാർഷ്യലി കറക്റ്റ് ആണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തോട് ഒട്ടി നിൽക്കുന്നവർ
അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന തുറന്നു വിട്ടിരിക്കുന്ന ഈ കുടത്തിലെ ഭൂതം അവരെ എത്തിച്ചിരിക്കുന്ന ഒരു ആശയപരമായ അവ്യക്തതയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം വളരെ കൃത്യമായി ഡോക്ടർ അരുൺ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്താണത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അതിദയനീയമായ ചിത്രമാണ്, പരാജയമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ഇക്കാലം അത്രയും കേരളം ഭരിച്ച, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ഐക്യമുന്നണി വരുമ്പോൾ പോലീസ് അസോസിയേഷനിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, അതിൻ്റെ നേതൃത്വം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന, കേരളത്തിലെ സിവിൽ സർവീസ് രംഗത്ത് NGO യൂണിയൻ ഉള്ളതുപോലെ തന്നെ പിടപാടുള്ള NGO അസോസിയേഷൻ, സാങ്കേതികമായിട്ട് അവർക്ക് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമുക്കൊക്കെ അറിയാം ഇത്തരം ആളുകളൊക്കെ തന്നെ അവതാതാളുകളുടെ രാഷ്ട്രീയപരമായ സന്തുല്യതക്കനുസരിച്ചാണ് ഈ സംഘടനകളൊക്കെ ഇരിക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്കും പ്രതിപക്ഷ നേതാവിനും ഈ മരം മുറിയും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും പോലീസ് അസോസിയേഷനിലെ മുൻകാല പ്രവർത്തകന്മാർ, മാറ്റി നിർത്തപ്പെട്ടവർ, ഉദ്യോഗസ്ഥലത്തിൽ ഇരിക്കുന്നവർ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും അത് വിശ്വസിക്കുമ്പോഴും അത് പൂർണ്ണമായി വിഴുങ്ങിക്കളയാൻ നമുക്ക് സാധിക്കുമോ? അതല്ല, അത് കയ്യിൽ കിട്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സാധിച്ചിട്ടില്ലെങ്കിൽ, ഇത് കണ്ടെത്താൻ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ പാർട്ടിനും കഴിയുന്നില്ലെങ്കിൽ അത് ദയനീയമായി അവരെത്തിയിരിക്കുന്ന പരാജയത്തിന്റെ പടുകുഴിയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്. ആ പരാജയം തന്നെയല്ലേ സിവിൽ സർവീസ് രംഗത്ത് നടന്നു വന്നിരിക്കുന്ന ഇത്തരം അനഭിലഷണീയങ്ങളായ വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിയുന്നില്ല എന്ന്. അതല്ല അരുൺകുമാർ നിങ്ങൾ പറഞ്ഞമായി നമ്മൾ വിശ്വസിക്കണമോ? ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു തരം അഡ്ജസ്റ്റ്മെന്റിൽ അവസാനം കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. നോക്കൂ, ഇതിൽ തന്നെ അൻവർ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന്റെ നാക്ക് പിടിച്ചു കെട്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പുനർജനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, കേസിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ കാര്യത്തിൽ അത് ഒത്തുതീർപ്പാക്കുന്നതിൽ ഈ ADGPയുടെ സഹായം ഇവർ തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണോ പ്രതിപക്ഷം ഒരു പ്രത്യക്ഷമായുള്ള, ഒരുപക്ഷെ നമുക്കൊക്കെ ആ തരത്തിൽ തോന്നുന്നു, അവരൊരു പക്ഷേ വാദിച്ചേക്കാം, ഒരു ചെറുത്തുനിൽപ്പിന് പ്രതിപക്ഷം മുതിരാതിരിക്കുന്നത്? സെക്രട്ടേറിയറ്റിൽ കണ്ട കോൺഗ്രസിന്റെ മാർച്ചും പ്രതിഷേധവും TP ജയചന്ദ്രൻ കണ്ടിൽ നിന്ന് നടിക്കരുത്. ഒരു കാര്യം ഇയാള് വന്നത് ഈ പറയുന്ന മാഷുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഈ മാഷുണ്ടല്ലോ, അയാളൊരു പാർട്ടിന്റെ നേതാവല്ലേ? ഈ ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഈ കേരളത്തിലെ പ്രതിപക്ഷം എന്നല്ലേ BJP പറയുന്നത്? എന്തേ നിങ്ങൾ അനങ്ങാത്തത്? നിങ്ങൾ എവിടെയാ സമരം ചെയ്യാത്തത്? എന്തേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും നിങ്ങളുടെ നേതാക്കന്മാർ എവിടെ പോയി? ഒറ്റ നിമിഷം, TP ജയചന്ദ്രൻ എവിടെ പോയി? BJPയുടെ മാർച്ച് എന്താ പണി? താങ്കൾക്ക് വന്ന് ന്യായീകരിക്കുക പ്രതിപക്ഷം? താങ്കൾ ആരാണ്? താങ്കൾ ഏത് പാർട്ടിയുടെ വക്താവാണ്? പിണറായി വിജയൻ ഇത് ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഈ കക്കാനും മുക്കാനും കള്ളക്കടത്ത് നടത്താൻ അവസരം കൊടുത്ത് താങ്കളുടെ പാർട്ടിയും പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ പറയാനോ? ഞങ്ങൾ തെരുവിലാണ്, ഞങ്ങൾ സമരത്തിലാണ്, ഞങ്ങൾ ജയിലിലാണ്. എവിടെ TP ജയചന്ദ്രൻ? നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും തെരുവിൽ കാണാനുണ്ട്. അവർ ജില്ലകൾ തോറും സമരം ചെയ്യുന്നു, അവർ സംസ്ഥാനത്ത് മാർച്ച് ചെയ്യുന്നു, അവിടെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ സമരരംഗത്തേക്ക് കുതിച്ചെത്തുന്നു, അവരടിയേറ്റ് പുളയുന്നു, ജയിലിൽ കഴിയുന്നു. എവിടെ BJP സാർ? എങ്ക പോയി സാർ? അല്ല അത് അരുണേ, എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങളുടെ ചില വീക്ഷണങ്ങൾ ഉണ്ടാകാം. അൻവറിനെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. നിങ്ങൾ എവിടെയാണ്? BJPയുടെ പ്രതിഷേധം എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ സമരം? അല്ലല്ല, ഈ നാട്ടിൽ ഒത്തുചേർന്നുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കാൻ നിങ്ങൾ ആങ്കർ ആവല്ല. എന്നോടാ ചോദ്യമായിരുന്നു. തൃശ്ശൂർ പൂരം കലക്കി ദൈവത്തിന്റെയും ഭക്തിയുടെയും പേര് പറഞ്ഞ അധികാരത്തിലേറുന്ന ആളുകള് തൃശ്ശൂർ പോലത്തെ പൂരം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ അധികാരത്തിലേറി നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റും. ഉന്നയിച്ച വിഷയത്തിനോട് കൂടി ചേർത്ത് താങ്കൾക്ക് മറുപടി പറയാം. TP അപ്പോ ആ റിജിലിനോടൊന്നും ഉണ്ടാതിരിക്കാൻ പറ. റിജിൽ, ഒരു മര്യാദയിൽ ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്നതിനല്ല, അരുൺ പറഞ്ഞതിന് നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്നതിന് ഞാൻ മറുപടി പറയാം. ഒറ്റ ചോദ്യം. തൃശ്ശൂർ പൂരം കലക്കിയത് നിങ്ങൾ പറയുന്നത് ഇടതുപക്ഷം BJPയെ ജയിപ്പിക്കാൻ വേണ്ടി കളിച്ച നാടകമാണല്ലോ,
ശരി സർ, ഞാൻ കൈകൂപ്പി ചോദിക്കട്ടെ, അങ്ങനെ ഇടതുപക്ഷം ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA കണ്ട് പാവം വടകരയിൽ നിന്ന് കൊണ്ടുവന്ന മുരളീധരന്റെ വോട്ട് കുറയുന്നത് എന്തുകൊണ്ടാണ് സർ? അപ്പൊ BJPക്ക് കിട്ടിയ വോട്ട് കോൺഗ്രസിന്റേതാണോ? അല്ല, വിശദീകരണം നൽകിയിട്ടുണ്ട്. കുറയേണ്ടത് ഇടതുപക്ഷത്തിനല്ലേ? കോൺഗ്രസിലേക്കുള്ള വോട്ട് CPM-ലേക്ക് പോയത്, CPM-ലേക്കുള്ള വോട്ടുകൾ പ്രതിപക്ഷ നേതാവിന്റെ ആർഗ്യുമെന്റ്. ഒരു നിമിഷം അതിലേക്ക് അല്ലല്ല, തൃശ്ശൂരത്തിലേക്ക് പോകല്ലേ. തൃശ്ശൂർ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ചർച്ച ചെയ്തതാണ്. എനിക്കറിയേണ്ടത് PV അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷം വലിയ സമരത്തിൽ ഏർപ്പെടുമ്പോൾ BJP എവിടെ? അവിടെയാണ് ഒരു ചോദ്യം. BJP-യിലെ RSSന്റെ നേതാക്കളുമായി ദത്താത്രേയ ഹൊസബാളയുമായും റാം അതൊക്കെ സമരമാണോ സാർ? BJP ഏറ്റെടുത്ത ഒരു സമരം ഇങ്ങനെയാണോ നടക്കുക? ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട്, എന്നാ പിന്നെ ഇത് ചെയ്താൽ കൊള്ളാമോ? ആ ലെവലല്ലല്ലോ സമരം. BJP എവിടെ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ PV അൻവർ ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമരം ഏറ്റെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? CTP ജയചന്ദ്രൻ, യുവമോർച്ചയുടെ സമരം അരുണിന്റെ മാധ്യമം കണ്ടിരുന്നു. ഒരു നിമിഷം ഞാൻ തരാം. Debate with Arun Kumar.